ഈ പുതുതായി തുടങ്ങുന്ന വിമാനത്താവളം എന്നുള്ള നിലയിൽ അതിൻ്റെ MDയും മാനേജ്മെൻറ്റും ഒക്കെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു അഭിപ്രായം കുഞ്ഞാലിക്കുട്ടിക്ക് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം ഒരു അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും കണ്ണൂർ വിമാനത്താവളത്തെ ഒന്ന് ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനും അവിടെ ഇപ്പോൾ സർവീസ് ആരംഭിക്കാനും ഉദ്ദേശിക്കുകയാണ്. ഒരു വിമാനത്താവളത്തെയും ദുർബലപ്പെടുത്താനോ ശക്തി ക്ഷയിപ്പിക്കാനോ ഗവൺമെന്റ് ആഗ്രഹിക്കില്ല. എല്ലാ വിമാനത്താവളത്തെയും വികസിപ്പിക്കാനാണ്. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്ര ഗവൺമെന്റ് ഉപേക്ഷിക്കുകയാണ്, ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ആ ലേലം കൊടുക്കരുത്, ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഏറ്റെടുക്കാം. തിരുവനന്തപുരം വിമാനത്താവളം അന്താരാഷ്ട്ര വിമാനത്താവളം വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടത് കേരള ഗവൺമെന്റാണ്. ഇപ്പോൾ അതിൽ ഒരു കമ്പനി രൂപീകരിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. എല്ലാ വിമാനത്താവളങ്ങളെയും അത് കേരളത്തിന്റെ എല്ലാം സ്വത്തല്ലേ. ഞങ്ങൾ ഈ കേരളക്കാരാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ആളുകളൊന്നുമല്ല. ഞങ്ങൾ ഈ കേരളത്തിന്റെ ജനങ്ങളുടെ എല്ലാവിധ അഭിവൃദ്ധിക്കും വേണ്ടി പരിശ്രമിക്കുകയാണ്. കേരളത്തെ ഒരു പുതിയ കേരളമാക്കി തീർക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അത് പരിഹരിച്ചുകൊണ്ട് കേരളം ഐശ്വര്യപൂർണ്ണമാകണം. വെറുതെ പറഞ്ഞു പോവുകയല്ല, ചെയ്ത് കാണിക്കുകയാണ്. രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയാണ്. ഏഷ്യൻ ആർക്ക് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ്, കോട്ടക്കൽ.